വലിയ ധീരന്മാരായ യോദ്ധാക്കളുടെ നാടാണ് കർമ്മപുരം. ഒരിക്കൽ കർമ്മപുരത്തെ ആക്രമിക്കാൻ വലിയ ഒരു രാക്ഷസൻ എത്തിച്ചേർന്നു. കർമ്മപുരത്തെ ധീരന്മാർ രാക്ഷസനെ നേരിടാൻ ആയുധങ്ങളും എടുത്ത് തയ്യാറായി. കൂട്ടത്തിൽ തീരെ ചെറിയ വില്ലും നീളവും വണ്ണവും കുറഞ്ഞ അമ്പുകളുമായി ഒരു കൊച്ചു കുട്ടിയും ഉണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇവൻ ഇത്ര ചെറിയ ആയുധങ്ങൾ കൊണ്ട് വമ്പൻ രാക്ഷസനെ എന്തു ചെയ്യാൻ? വൈകാതെ രാക്ഷസനെത്തി. നൂറുകണക്കിന് യോദ്ധാക്കൾ പേടിക്കാതെ രാക്ഷസനെ നേരിട്ടു. എന്നാൽ എല്ലാ ആയുധങ്ങളും പിടിച്ചെടുത്തും തകർത്തെറിഞ്ഞും അവൻ മുന്നേറി. പെട്ടെന്നതാ ഒരമ്പ് രാക്ഷസന്റെ കണ്ണിൽ വന്ന് തറച്ചു. വേദന കൊണ്ട് പുളഞ്ഞ രാക്ഷസൻ താഴെ വീണു. അതോടെ അവനെ കീഴടക്കാൻ വളരെ എളുപ്പമായി. രാക്ഷസന്റെ കണ്ണിൽ തറച്ച അമ്പ് ആ കൊച്ചുകുട്ടി എയ്തതായിരുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രസാതലം കടീദേശ കുക്ഷിസ്തേ ധരണീ ഭവേൽ ഹൃദയന്തു ഭുവർലോക സ്വസ്തേ മുഖമുദാഹൃതം ദൃശശ്ചന്ദ്രാർക്കദഹന ദിശസ്തേ ബാഹവോംബികേ മരുതസ്തേ തനുച്ഛ്വാസ വാചസ്തേ ശ്രുതയോഖിലാഃ. അമ്മയുടെ ഉദരം ഭൂമിയാണ്, ഹൃദയം ഭുവർലോകവും, സ്വർഗം അമ്മയുടെ മുഖവുമാണ്. അല്ലയോ എൻ്റെ അമ്മേ, അവിടുത്തെ കണ്ണുകൾ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവയാണ്. ദിക്കുകൾ അമ്മയുടെ കൈകളാണ്. മരുത്തുകൾ അമ്മയുടെ ശ്വാസവായുക്കളും. വേദങ്ങളാണ് അമ്മയുടെ വാക്കുകൾ. അമ്മ ത്രയംബകയാണ്. സോമസൂര്യാനലാസ്ത്രേണി യന്നേത്രാണ്യംബകാനി സാ തേന ദേവീ ത്രയംബകേതി മുനിഭി പരികീർത്തിത. ഏതൊരു ദേവിക്കാണോ ചന്ദ്രൻ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സോമൻ, സൂര്യൻ, അഗ്നി, അതായത് അനലൻ എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അനലൻ എന്നാൽ അഗ്നിയാണ്, എന്നിവ 3 കണ്ണുകളായിട്ടുള്ളത് ആ ദേവിയെ മുനിമാർ ത്രയംബക എന്ന് വാഴ്ത്തുന്നു. അമ്മയുടെ കണ്ണുകൾ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവയാണ്. ഇവിടെ അംബകം എന്ന വാക്കിന് കണ്ണ് എന്നാണ് അർത്ഥം. ത്രയംബക എന്നാൽ 3 കണ്ണുകൾ ഉള്ളവൾ എന്ന് അർത്ഥം. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. അമ്മയുടെ മഹിമാതിശയങ്ങൾ എങ്ങനെയാണ് എന്ന് പറയണം എങ്കിൽ മറ്റെന്തെങ്കിലും തോതുപയോഗിക്കണം. അങ്ങനെ ഒരു തോതും കിട്ടാനില്ല. അതായത് ഒന്നുകൊണ്ടും അമ്മയുടെ മഹിമാതിശയങ്ങളെ അളക്കുവാൻ സാധ്യമല്ല. ഏതെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ 413 നാമമന്ത്രമായി ഇപ്രകാരം അർത്ഥം വരുന്ന അപ്രമേയ എന്ന നാമമന്ത്രം വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നു. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഈ 3നും അമ്മ അതീതയാണ്. പുതിയതായി എന്തെങ്കിലും ഒന്ന് അറിയുവാൻ നാം സാധാരണ ആശ്രയിക്കുന്നത് ഈ 3 എണ്ണത്തിനെയാണല്ലോ. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ അമ്മയെ അറിയുവാൻ കഴിയില്ല. ഏതെങ്കിലും ഉപാസന കൊണ്ടോ മറ്റോ അമ്മയെ നേരിൽ കണ്ടാൽ പോലും അമ്മയെക്കുറിച്ച് ഒന്നും അറിയുവാൻ പറ്റില്ല. അനുഭവത്തിൽ നിന്ന് ഊഹിക്കുവാൻ പറ്റണം എങ്കിൽ അനുഭവം വേണം. എന്നാൽ അമ്മയെ പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് അറിയുവാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടുമില്ല. അമ്മയുടെ മഹത്വം പൂർണ്ണമായും അറിയുന്നവർ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് മഹാന്മാരുടെ വാക്യങ്ങളും ഇക്കാര്യത്തിൽ ലഭ്യമല്ല. ആപ്തവാക്യങ്ങളെ ആശ്രയിക്കാം എന്ന് വച്ചാൽ അതും നടപ്പില്ല.
തൈത്തിരീയ ഉപനിഷത്തിൽ വാക്കുകൾ മനസ്സ് സഹിതം അവിടെ നിന്നും മടങ്ങുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന പ്രകാരം എന്നോ ഇത്രയാണ് എന്നോ അറിയുവാൻ സാധിക്കാത്തവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു. ബ്രഹ്മാവ്, വിഷ്ണു എന്നിങ്ങനെ ആ എന്ന പദത്തിന് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ആ പ്രമേയ ഇങ്ങനെ ഈ പദം പിരിക്കുമ്പോൾ ബ്രഹ്മാവിനും വിഷ്ണുവിനും അറിയുന്നവൾ എന്ന് വ്യാഖ്യാനം വരും. ബ്രഹ്മാവിനും വിഷ്ണുവിനും മാത്രം അറിയുവാൻ കഴിയുന്നവൾ എന്നാവും ഇപ്രകാരം വരുമ്പോൾ അർത്ഥമുണ്ടാവുക. അപ്പ് എന്ന പദത്തിന് ജലം എന്നർത്ഥമുണ്ട്. പ്രമേയ എന്നതിന് വസിക്കുന്ന എന്നും അർത്ഥം വരുന്നു. ജലത്തിൽ വസിക്കുന്നവൾ എന്ന് ഈ നാമമന്ത്രത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥമുണ്ടാകുന്നു. ശ്രുതി പറയുന്നത് മമ യോനിരപ്സുരുത സമുദ്ര എന്നാണ്. എൻ്റെ ഉത്ഭവം സമുദ്രജലത്തിൽ നിന്നാണ്. അതുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ എന്ന് അർത്ഥം വരുന്നു. ഇന്ന പ്രകാരമെന്നോ ഇത്രയാണെന്നോ അറിയുവാൻ സാധിക്കാത്തവൾ, അതായത് അളക്കാനോ പ്രമാണങ്ങളാൽ സമർത്ഥിക്കുവാനോ കഴിയാത്തവൾ. ബ്രഹ്മാവിനും വിഷ്ണുവിനും മാത്രം അറിയുവാൻ കഴിയുന്നവൾ, സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ അഥവാ ജലത്തിൽ വസിക്കുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മഹാമന്ത്രം ഉൾക്കൊള്ളുന്നത്. ഓം അപ്രമേയായൈ നമഃ. ഓം ഓം ഹ്രീം അപ്രമേയായൈ നമഃ. അമ്മ ശോഭിക്കുന്നത് മറ്റേതെങ്കിലും ജ്യോതിസ്വരൂപത്തെ ആശ്രയിച്ചുകൊണ്ടല്ല. കാരണം അമ്മ സ്വയം ജ്യോതിസാണ്, സ്വയം പ്രകാശമാണ്. എല്ലാ പ്രകാശങ്ങളും ജ്യോതിസ്വരൂപങ്ങളും അമ്മയുടെ അംശങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അടുത്ത നാമമന്ത്രമായി സ്വപ്രകാശ എന്നാണ് അമ്മയെ വാഗ്ദേവതകൾ വാഴ്ത്തുന്നത്. അമ്മേ, അവിടുത്തെ പ്രകാശം എത്രയാണ് എന്ന് ഊഹിക്കുവാൻ പോലും കഴിയില്ല. അമ്മയുടെ ശോഭ കൊണ്ടാണ് മറ്റു വസ്തുക്കളെല്ലാം ശോഭിക്കുന്നത്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേ മാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി. ന തത്ര സൂര്യോഭാതി, അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുതോ ഭാന്തി, ഈ മിന്നലുകൾ പോലും അവിടെ പ്രകാശിക്കുന്നില്ല. കുതോയമഗ്നിഹി, പിന്നെ ഈ സാധാരണ അഗ്നിക്ക് അവിടെ എങ്ങനെ പ്രകാശിക്കാൻ കഴിയും? സാധാരണയായി കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മിന്നൽ, അഗ്നി എന്നിവയെല്ലാം പ്രകാശത്തിൻ്റെ ഉറവിടങ്ങളാണ്. ഈ ഭൗതികമായ പ്രകാശസ്രോതസ്സുകൾക്കൊന്നും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ഒരു അതീന്ദ്രിയമായ സത്യം, ചൈതന്യസ്വരൂപം, അതാണ് അമ്മ, നമ്മുടെ ലളിതാ പരമേശ്വരി ദേവി. ആ സത്യം സ്വയം പ്രകാശിക്കുന്നതാണ്. മറ്റൊന്നിൻ്റെയും പ്രകാശം അതിനാവശ്യമില്ല. നേരെ മറിച്ച് ഈ ഭൗതികമായ പ്രകാശങ്ങളെല്ലാം ആ ആത്യന്തികമായ സത്യമായ അമ്മയിൽ നിന്നാണ് പ്രകാശം ഉൾക്കൊള്ളുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അപ്പുറമുള്ള എല്ലാ പ്രകാശത്തിനും അതീതമായ ഒരു പരമമായ ചൈതന്യം, അതാണ് അമ്മ. ആ ചൈതന്യം സ്വയം പ്രകാശിക്കുകയും മറ്റെല്ലാത്തിനും പ്രകാശം നൽകുകയും ചെയ്യുന്നു. ദേവന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളും എല്ലാം ജ്യോതിസ്വരൂപികളാണ്. എങ്കിലും അവരുടെ തേജസ് ചിൽസ്വരൂപിണിയായ ശ്രീമദ് മഹാത്രിപുര സുന്ദരീ ദേവിയിൽ നിന്നും കിട്ടിയതാണ്. എന്നാൽ അമ്മയുടെ തേജസ്സാകട്ടെ മറ്റൊന്നിൽ നിന്നും ലഭിച്ചതുമല്ല. അതുകൊണ്ടാണ് അമ്മ
സ്വയം പ്രകാശമുള്ളവളായത്. സൗഭാഗ്യഭാസ്കരത്തിൽ ഈ പദത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സു എന്നാൽ വളരെയധികം എന്നാണ് അർത്ഥം. അപ്പ് ജലം. പ്രകാശ എന്നാൽ വെളിപ്പെട്ടത് എന്ന് അർത്ഥം വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പദത്തിന് ഇങ്ങനെയാവും അർത്ഥം കിട്ടുക: വളരെയധികം ജലമായി കാണപ്പെട്ടത്. സ്വയം ജ്യോതിസായിട്ടിരിക്കുന്നവൾ, വളരെയധികം ജലമായി ദൃശ്യമായവൾ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത്. ഓം സ്വപ്രകാശായൈ നമഃ. ഓം ഹ്രീം സ്വപ്രകാശായൈ നമഃ. രോഗമുക്തിയും സന്തോഷവും നൽകുന്നവയാണ് അപ്രമേയ, സ്വപ്രകാശ എന്നീ മന്ത്രങ്ങൾ. ജപിക്കുന്നവർക്കും സമീപത്തുള്ളവർക്കും നല്ല ഫലങ്ങൾ ഇതുമൂലം ലഭിക്കുന്നു. ഈ മന്ത്രങ്ങൾ ഭക്തിപൂർവം ജപിക്കുന്നവർക്ക് അവരുടെ സ്വന്തം നാടിനെ തന്നെ ഐശ്വര്യപൂർണമാക്കുവാൻ കഴിയും. എല്ലായ്പ്പോഴും വിജയം തങ്ങളുടേതായി തീരുകയും ചെയ്യും. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.